തലശ്ശേരി മണോളിക്കാവൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ സിപിഐഎം പ്രവർത്തകർ മോചിപ്പിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. പോലീസിനെ തടയാൻ ഗേറ്റ് പൂട്ടിയിടുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, 55ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഇതിലിപ്പോൾ ഈ പോലീസിന് ബലം നൽകുന്ന കൂടുതൽ തെളിവുകളാണല്ലോ പുറത്തു വരുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിത, കണ്ണൂർ തലശ്ശേരി മണോളിക്കാവിൽ 2 ദിവസങ്ങളിലായി അരങ്ങേറിയ പോലീസുമായുള്ള സംഘർഷങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ സംഭവങ്ങളിലാകെ 82 CPIM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തലശ്ശേരിയിലെ മണോളിക്കാവിൽ തെയ്യം ഉത്സവം നടക്കുന്നതിനിടെ CPIM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. ഈ സംഘർഷത്തിൽ ഇടപെടാൻ ശ്രമിച്ച പോലീസുകാരെ CPIM പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ 27 CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അങ്ങനെ കേസെടുത്തവരിൽ ഉൾപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് സംഘം ഈ കാവിലേക്ക് എത്തുന്നു. അതിൽ CPIM പ്രവർത്തകനായ ദിബിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് കയറ്റുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസിനെ CPIM പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ഈ ദൃശ്യങ്ങളിൽ കാണാം CPIM പ്രവർത്തകനായ ലിനേഷ് ഈ കാവിൻ്റെ ഗേറ്റ് പൂട്ടുകയും ചെയ്യുന്നത് കാണാം. പിന്നീട് കൂടുതൽ CPIM പ്രവർത്തകർ സംഘടിച്ച് സ്ഥലത്തേക്ക് എത്തുകയും ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത ദിബിനെ മോചിപ്പിക്കുകയും ചെയ്തു. അതിൽ 55 CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ആകെ 82 പേർ ഈ കേസുകളിൽ പ്രതികളാണ്. അതിൽ 2 സംഘർഷങ്ങളാണ്. ആദ്യഘട്ടത്തിൽ FIR എഴുതിയിരിക്കുന്ന കാര്യം മാത്രം പരിശോധിച്ചാൽ കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്, കാവിൽ കയറി കളിക്കാൻ വരേണ്ട, കാവിൽ കയറി കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഒറ്റയൊരെണ്ണം ഉണ്ടാകില്ല എന്നതാണ് FIR-ൽ പോലീസ് എഴുതി വച്ചിരിക്കുന്നത്. പോലീസുകാരെ ക്രൂരമായി ആക്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും ഇതേ FIR-ലുണ്ട്. അതിൽ 27 പേർക്കെതിരെ കേസെടുത്തതാണ്. പിന്നീടാണ് അതിൽ പ്രതികളായവരെ കസ്റ്റഡിയിലെടുക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടി പോലീസ് സംഘം എത്തിയപ്പോൾ വീണ്ടും സംഘർഷമുണ്ടായി. പോലീസിന് നേരെ കയ്യേറ്റമുണ്ടായി. വനിതാ SI അടക്കം തടഞ്ഞുവെച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും തെളിവുകളുമാണ് പുറത്തു വന്നത്. ഗേറ്റ് നേരത്തെ പോലീസ് തന്നെ പറഞ്ഞിരുന്നത് തങ്ങളെ പൂട്ടിയിട്ടു എന്നതാണ്. ആ ഗേറ്റ് പൂട്ടുന്ന ദൃശ്യങ്ങളിൽ കാണാം. കാവിൻ്റെ ഗേറ്റാണ് തടഞ്ഞു വെക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന ദൃശ്യങ്ങളിൽ കാണാം. അതോടൊപ്പം തന്നെ ബലപൂർവ്വം മോചിപ്പിച്ചു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ എന്നതും പോലീസ് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾക്ക് കൂടുതൽ ബലം പകരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്, നിയമസഭാ സ്പീക്കർ AN ഷംസീറിൻ്റെ മണ്ഡലമാണ്. അങ്ങനെ CPIM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി കൂടി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. പക്ഷേ നേരത്തെ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പോലീസും CPIM-ഉം തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഒരു വശത്ത് BJP ആണ് നിൽക്കുന്നത്. അങ്ങനെ BJP CPIM പ്രവർത്തകർ തമ്മിലുണ്ടായ ഒരു സംഘർഷമാണ്. അതിൽ പോലീസ് ഇടപെടുകയും പക്ഷേ CPIM പ്രവർത്തകർ പോലീസിനെതിരെയും തിരിയുകയും ചെയ്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്തൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. പക്ഷേ ജില്ലാ നേതൃത്വം ആ കാര്യത്തിൽ പറഞ്ഞ നിലപാട് ഏതെങ്കിലും നിലയ്ക്ക് പോലീസുമായി പ്രശ്നങ്ങളൊന്നുമില്ല, സഹകരിച്ചു പോകുന്ന നിലപാടാണ് എന്ന് വിശദീകരിച്ച് അക്കാര്യത്തെ കൈയൊഴിയാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പോലീസും CPIM പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷവും ഈ ശീതസമരവും ഒരു വശത്ത് സജീവമായി പുരോഗമിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. ഇതിലാകെ 2 പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. കൂടുതൽ 82 CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള കൂടുതൽ ദൃശ്യങ്ങളും തെളിവുകളും പുറത്തു വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ശരി സജോ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 55 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ഞാനത് അറസ്റ്റ് എന്ന് പറഞ്ഞു, അറസ്റ്റല്ല, കേസെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ സംഖ്യ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് വിവരം.